ഇനിയുള്ളത് പെരുന്നാൾ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യും? ഒന്ന്, പുരുഷനായ മുക്കല്ലഫായ, അതായത് പ്രായപൂർത്തിയെത്തിയ വിവേകമുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഫർദു ഐനാണെന്ന് വരെ പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പെരുന്നാൾ നിസ്കാരം ഇഷ്ടമുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി എന്നുള്ള നിസ്കാരമല്ല, നിർബന്ധമായിട്ട് പോയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്ന് ഫുഖഹാക്കളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം? പെരുന്നാൾ നമസ്കാരം നമ്മൾ നിർവഹിക്കൽ നിർബന്ധമാണ് എന്നും ഫുഖഹാക്കൾക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. അപ്പോൾ ജുമാ നിസ്കാരത്തെ പോലെ പെരുന്നാൾ നിസ്കാരം എന്താണ്? പെരുന്നാൾ നിസ്കാരവും നിർബന്ധമാണ് എന്ന് ഫുഖഹാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിക്കാൻ പാടില്ല. അയാൾക്ക് ഒരുപക്ഷെ കുറ്റം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ബാബനുണ്ട്. ബാബു മൻ ഫാതത്ഹു സ്വലാത്തുൽ ഈദൈനി യുസല്ലി റക്അത്തൈനി. ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അയാൾ 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപത്തിൽ തന്നെ നിർവഹിക്കും ചെയ്യാം. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇതിൻ്റെ തെളിവ് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗലയായ ഇബ്നു അബി ഉത്ബയോട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരോടും വരാൻ പറയും, എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബം, കുട്ടികളും മക്കളും എല്ലാവരോടും വരാൻ വേണ്ടിയിട്ട് പറയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവർക്ക് ഇമാമായി നിന്നുകൊണ്ട് എന്ത് നിസ്കരിച്ചു? പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു എന്ന് മാത്രമല്ല, ഫയുക്കബ്ബിറു ബിതക്ബീരിഹിം. അതുപോലെ സാധാരണ പെരുന്നാൾ നിസ്കാരത്തിന് എങ്ങനെയാണോ ആളുകൾ തക്ബീർ ചൊല്ലി നിസ്കരിക്കാറുള്ളത്, അതുപോലെ അദ്ദേഹം ചൊല്ലി നിസ്കരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ ചിലപ്പോൾ ചില നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവിടെ പെരുന്നാൾ നിസ്കരിക്കാൻ പെരുന്നാൾ പള്ളികളോ അല്ലെങ്കിൽ മുസല്ലകളോ ഒന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലെങ്കിൽ അയൽവാസികളിൽ ആരൊക്കെയാണ് മുസ്ലിമീങ്ങളുള്ളത്, ആരൊക്കെയാണോ ഉള്ളത്, ഒരുമിച്ച് കൂടിയിട്ട് അവരെ ഫ്ലാറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയാണോ അവർക്ക് സൗകര്യപ്പെടുന്നത് അവിടുന്ന് അവർക്ക് എന്ത് നിർവഹിക്കാം? പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാം. പള്ളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസല്ലലേതുണ്ടെങ്കിൽ പെരുന്നാൾ നിസ്കാരം ഉള്ളൂ എന്നില്ല. അവർക്ക് അവിടെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കൊറോണൻ്റെ സമയത്ത് ഈ ഒരു വിഷയം വന്നിരുന്നു. കാരണം ലോക്ക്ഡൗൺ ആണ്, ആളുകൾക്ക് മുസല്ലയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഈ ഹദീസ് പ്രകാരം തന്നെയാണ് ഓരോരുത്തരും വീട്ടിൽ വെച്ചിട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം പെരുന്നാൾ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ആ സമയത്ത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലുള്ള ആളുകൾക്കും ഒക്കെ അത് അങ്ങനെ നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് മുസല്ലയിലേക്ക് വരാൻ സാധിക്കാത്ത വീട്ടിലുള്ള കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സ്വബോധം ഉണ്ടാവും, പക്ഷെ അവർക്ക് മുസല്ലയിലേക്കൊന്നും വരാൻ പറ്റില്ല. അവർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാമോ? പെരുന്നാൾ നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. ആ അവസ്ഥയിലുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. വല്ലാഹു തആല അഅലം.